അടുത്തതായി നമുക്ക് പ്രൊജക്ടൈൽ മോഷന്റെ കാൽക്കുലേഷനിലേക്ക് കിടക്കാം. ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, നമുക്ക് പ്രൊജക്ടൈൽ മോഷൻ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഒരല്പം കൂടി ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ നമുക്ക് ചില പാരാമീറ്ററുകൾ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്ന 4 പാരാമീറ്ററുകളാണ്. ഒന്നാമത്തെ ടൈം ഓഫ് മാക്സിമം ഹൈറ്റ്. അതായത് നമ്മളൊരു പ്രൊജക്ടൈൽ ചെയ്തു കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ത്രോൺ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ എത്താൻ അതിനെടുക്കുന്ന സമയം എത്രയാണ്? അതായത് പ്രൊജക്ടൈൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ അത് എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? നമ്മളൊരു കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? അതാണ് ടൈം ഓഫ് മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റിൽ എത്താൻ വേണ്ട സമയം. രണ്ടാമത് കണ്ടുപിടിക്കുന്ന ടൈം ഓഫ് ഫ്ലൈറ്റ്, അതായത് അതിന്റെ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ്. അതായത് എറിഞ്ഞു കഴിഞ്ഞാൽ ആ കല്ല് നേരെ താഴെ പോയി വീഴാൻ മൊത്തം എടുക്കുന്ന സമയം. നമ്മളൊരു കല്ലെടുത്ത് എറിഞ്ഞു, ഒരു സം ഇനീഷ്യൽ വെലോസിറ്റിയിൽ നമ്മളൊരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര സമയം കൊണ്ടായിരിക്കും താഴെ പോയി വീഴുക? അതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമ്മളൊരു എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ത്രോൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും താഴെ പോയി വീഴാൻ എടുക്കുന്ന സമയം നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ കണ്ടുപിടിക്കുന്ന ടൈമാണ്. ഒന്നാമത് കണ്ടുപിടിക്കുന്നത് മാക്സിമം ഹൈറ്റിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്. രണ്ടാമത് കണ്ടുപിടിക്കുന്നത് അതിന്റെ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എത്രയാണ്. ഇനി മൂന്നാമത് നമ്മൾ കണ്ടുപിടിക്കുന്നത് മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ. അതായത് നമ്മളൊരു കല്ലെടുത്ത് മേളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രമാത്രം ഹൈറ്റിൽ, ഏറ്റവും ടോപ്പ് പൊസിഷനിൽ എവിടെ വരെ പോകും, ഏറ്റവും ഹൈറ്റ് എവിടെയായിരിക്കും അതിന്. ഈ പോയിന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പം ഏറ്റവും ഹൈറ്റ് എത്രമാത്രം ആയിരിക്കും ഈ പ്രൊജക്ടൈലിന് പോകാൻ പറ്റുക, അതാണ് മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ. നമ്മൾ പലപ്പോഴും കുട്ടികളുമായിട്ട് കളിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കല്ലെടുത്തെറിഞ്ഞ് ഏറ്റവും കൂടുതൽ ഹൈറ്റിൽ ആരാണ് എറിയുന്നതെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ കോമ്പറ്റീഷൻസ് ഒക്കെ നമ്മൾ നടത്താറുണ്ട് നമ്മളിൽ തന്നെ. അപ്പം അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ഉയരത്തിൽ എങ്ങനെ എറിയാൻ പറ്റും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളൊരു കല്ലൊരു സം ഇനീഷ്യൽ വെലോസിറ്റിയിൽ എറിഞ്ഞാൽ അത് എത്ര ഹൈറ്റ് വരെ പോകും എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ത്രോൺ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രമാത്രം ഡിസ്റ്റൻസിൽ, അത് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസിൽ എങ്ങനെ പോകാൻ പറ്റും, അല്ലെങ്കിൽ എത്രമാത്രം ഡിസ്റ്റൻസിൽ പോകും. അത്തരത്തിലുള്ള കോമ്പറ്റീഷൻസ് ഉണ്ട്. നമുക്കറിയാം ജാവലിൻ ത്രോ ഉണ്ട്, ഷോർട്ട് പുട്ട് ഉണ്ട്, ഡിസ്കസ് ത്രോ ഉണ്ട്. ഇങ്ങനത്തെ കോമ്പറ്റീഷൻസ് എല്ലാം നമുക്കറിയാം ഹൊറിസോണ്ടൽ റേഞ്ച് എങ്ങനെ നമുക്ക് കൂട്ടാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു പർട്ടിക്കുലർ ഇനീഷ്യൽ വെലോസിറ്റിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ദൂരം പോകുമെന്ന് നമുക്ക് മുമ്പ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തില് അതിന്റെ ഹൊറിസോണ്ടൽ റേഞ്ചും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ 4 പാരാമീറ്ററുകളാണ് നമ്മൾ ചെയ്യുക ഈ ഒരു കാൽക്കുലേഷൻ സ്റ്റെപ്പില്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ഒന്നാമത് വേണ്ടത് ടൈം ഓഫ് മാക്സിമം ഹൈറ്റ്, അതായത് ഏറ്റവും ടോപ്പ് പോയിന്റിൽ എത്താൻ എടുക്കുന്ന സമയം. രണ്ടാമത് അതിന്റെ ടോട്ടൽ ഫ്ലൈറ്റിന് എടുക്കുന്ന സമയം. മൂന്നാമത് ഏറ്റവും കൂടുതൽ ഹൈറ്റിൽ എങ്ങനെ നമുക്ക് എറിയാൻ പറ്റും, അതായത് നമ്മളൊരു കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹൈറ്റിൽ അത് എവിടെ വരെ ചെല്ലും, അല്ലെങ്കിൽ അതിന് സംഭവിക്കാവുന്ന ഹോറിസോണ്ടൽ റേഞ്ച്, നമ്മളൊരു കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ എവിടെ വരെ അത് പോകും, അത് ഹോറിസോണ്ടൽ റേഞ്ച് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് 2 ടൈമിന്റെ കാൽക്കുലേഷനും 2 ഡിസ്റ്റൻസിന്റെ കാൽക്കുലേഷനുമാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫസ്റ്റ് ടോപ്പിക്ക് ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് ആണ്. നമുക്ക് ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കുന്നതിന്, അതായത് നമ്മളൊരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തൽക്കാലം കല്ലിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ്. നമ്മളൊരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ എത്താനായിട്ട് അതിന് എത്ര സമയം എടുക്കും? അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ത്രോൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ചെല്ലുമ്പോൾ അതിന്റെ എന്തെങ്കിലും പാരാമീറ്റർ നമുക്കറിയാവോ? അതാണ് നമ്മൾ നോക്കേണ്ടത്. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ത്രോൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുമ്പോൾ അതിന്റെ എന്തെങ്കിലും പാരാമീറ്ററിനെ കുറിച്ച് നമ്മൾ അവെയർ ആണോ? ഇപ്പൊ നമുക്കറിയാം, ആരുടെയെങ്കിലും മനസ്സിൽ ഒരുപക്ഷെ വന്നിട്ടുണ്ടായിരിക്കാം, നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ത്രോൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ അതിന്റെ വെലോസിറ്റി 0 ആണെന്ന് ചിലപ്പോൾ ആരെങ്കിലും ഓർത്തിരിക്കാം. ക്ലിയർ ആണല്ലോ? നമ്മളൊരു കല്ലിനെ എറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ അതിന്റെ വെലോസിറ്റി 0 ആവും. കാരണം നമുക്കറിയാം, നമ്മൾ ഇവിടുന്ന് എറിയുന്ന സാധനം അതിന്റെ വെലോസിറ്റി കുറഞ്ഞ് ഒരു 0 ചെന്നിട്ട് വീണ്ടും താഴോട്ട് വരുമ്പോൾ കൂടിയാണ് വരുന്നത് എന്നാണ് നമ്മുടെ ഒരു ധാരണ. അത് പകുതി ശരിയാണ്, പകുതി തെറ്റാണ്. കാരണം നമ്മളൊരു കല്ലെടുത്ത് എറിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് ഒരു ഡിറക്ഷനിലുള്ള വെലോസിറ്റി മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, വെലോസിറ്റിക്ക് 2 കോമ്പോണന്റ് ഉണ്ട്. എക്സിൽ ഒരു കോമ്പോണന്റ് ഉണ്ട്, വൈയിൽ ഒരു കോമ്പോണന്റ് ഉണ്ട്. അത് നമ്മൾ ഇന്നലെ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. നമ്മളൊരു കല്ല് എറിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റിനെ എറിഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ടൈം ടി വെലോസിറ്റി അലോങ് എക്സ് ഡിറക്ഷനിലുള്ള കോമ്പോണന്റ് ഇതാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. വി എക്സ് ഈസ് ഈക്വൽ ടു V0 കോസ് θ0 എന്നാണ്. അതുപോലെ വൈയിലുള്ള കോമ്പോണന്റ് എത്രയാണെന്ന് ചോദിച്ചാൽ V0 സൈൻ θ0 മൈനസ് GT എന്നാണ്. ഇതൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ ഇന്നലെ മുതൽ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, കഴിഞ്ഞ സെഷൻ മുതൽ നമ്മൾ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് എക്സ് ഡിറക്ഷനിലെ വെലോസിറ്റിക്ക് ഒരിക്കലും ചേഞ്ച് വരത്തില്ലെന്നുള്ളതാണ്. കാരണം
എക്സ് ഡിറക്ഷനിൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ ത്രോൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അഫക്ട് ചെയ്യുന്ന ഒരു പാരാമീറ്ററുകളും ഇല്ല. അതുകൊണ്ട് എക്സ് ഡിറക്ഷനിൽ വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല. അതുകൊണ്ട് തന്നെ എക്സ് ഡിറക്ഷനിലെ ആക്സിലറേഷൻ AX എന്ന് പറയുന്നത് നമ്മൾ 0 എന്നായിരുന്നു നമ്മൾ എടുക്കുന്നത്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു ആക്സിലറേഷൻ എലോങ് എക്സ് ഡിറക്ഷൻ എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് തന്നെ വെലോസിറ്റി എലോങ് എക്സ് ഡിറക്ഷൻ എന്ന് പറയുന്നത് V0 കോസ് θ0 ആണ് നമുക്ക് കിട്ടിയത്. അത് ഇനീഷ്യൽ വെലോസിറ്റി V0x, ഇനീഷ്യൽ വെലോസിറ്റി എലോങ് എക്സ് ഡിറക്ഷൻ നമുക്ക് കിട്ടിയത് V0 കോസ് θ0 തന്നെ ആയിരുന്നു. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റിയും V0 കോസ് θ0 ആണ്. ആഫ്റ്റർ ടൈം ടിയും Vx എന്ന് പറയുന്ന V0 കോസ് θ0 ആണ്. ഞാൻ പറഞ്ഞു ആക്സിലറേഷൻ അലോങ് എക്സ് ഡയറക്ഷൻ 0 ആണ്. ആക്സിലറേഷൻ 0 ആണെന്ന് പറഞ്ഞാൽ വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല എന്നാണ് അതിന്റെ മീനിങ്. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, നമ്മുടെ കയ്യിൽ നിന്ന് കല്ല് പോകുമ്പോൾ മുതൽ കല്ല് താഴെ പോയി വീഴുമ്പോൾ വരെ എക്സ് ഡിറക്ഷനിലെ വെലോസിറ്റിക്ക് മാറ്റമില്ല. അത് ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ചെന്നാലും അതിന് മാറ്റമില്ല. അത് എപ്പോഴും എത്രയായിരിക്കും? V0 കോസ് θ0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ. പിന്നെ ഏത് ഡിറക്ഷനിലുള്ള വെലോസിറ്റിയാണ് ചേഞ്ച് ചെയ്യുന്നത്? വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്, അത് വൈ ഡിറക്ഷനിലുള്ള വെലോസിറ്റി മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. വെർട്ടിക്കൽ വെലോസിറ്റിയുടെ കോമ്പോണന്റ് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അതിന്റെ കാരണം എന്താണ്? വൈ ഡിറക്ഷനിൽ മാത്രമേ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുള്ളൂ. ആക്സിലറേഷൻ എവിടെ മാത്രമേ ഉള്ളൂ? ഒരു എക്സ്റ്റേണൽ ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വൈ ഡിറക്ഷനിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആരുടെ വെലോസിറ്റിക്ക് ചേഞ്ച് വരത്തുള്ളൂ? ഗ്രാവിറ്റിയുടെ എഫക്ട് കാരണം, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയുടെ എഫക്ട് കാരണം വൈ ഡിറക്ഷനിലുള്ള വെലോസിറ്റിക്ക് മാത്രമേ അത് കുറയത്തുള്ളൂ. അതെങ്ങനെയാണെന്ന് നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്, വൈ ഡിറക്ഷനിലെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ കണ്ടത് V0 സൈൻ θ0 എന്നാണ്. എന്നാൽ ആഫ്റ്റർ സം ടൈം ടി വൈ ഡിറക്ഷനിലെ വെലോസിറ്റി മാറുന്നത് V0 സൈൻ θ0 മൈനസ് GT എന്ന് മാറുമെന്ന് നമ്മൾ കണ്ടു. ഇവിടെ നോക്കിയേ, ടൈമിനനുസരിച്ച് ഒരു മൈനസ് കോമ്പോണന്റ് ഇവിടെ വരുന്നുണ്ട്. ടൈം മുമ്പോട്ട് മാറും തോറും ഇവിടെ വെലോസിറ്റിക്ക് ഒരു കുറവ് വരുന്നുണ്ട്. അത് ഏത് ഡിറക്ഷനിലുള്ള വെലോസിറ്റിക്കാണ് ആ കുറവ് വരുന്നത്? വൈ ഡിറക്ഷനിലെ വെലോസിറ്റി മാത്രമാണ്. അതുകൊണ്ട് ആരുടെയെങ്കിലും മനസ്സിൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ എടുത്ത് മേളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് ചെല്ലുമ്പോൾ അതിന്റെ വെലോസിറ്റി 0 ആണ് എന്നോർത്താൽ അതിപ്പം മാറ്റിക്കണം. അത് ഏത് ഡിറക്ഷനിലെ വെലോസിറ്റി മാത്രമാണ് 0 ആകുന്നത്? വൈ ഡിറക്ഷനിലെ വെർട്ടിക്കൽ വെലോസിറ്റി 0. അത് പിന്നെ വെർട്ടിക്കൽ വെലോസിറ്റി 0 ആകുന്ന അതിങ്ങനെ എറിഞ്ഞ് നമ്മൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് മേളിലോട്ടോ താഴോട്ടോ പോകുന്നില്ല. അതിങ്ങനെ ഏറ്റവും ടോപ്പിൽ നിന്നിട്ട് പിന്നെ താഴോട്ടോ വരുന്നത്. അപ്പൊ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ അതിന് മേളിലോട്ടോ താഴോട്ടോ മൂവ്മെന്റ് ഇല്ല. അതായത് വൈ ഡിറക്ഷനിൽ അതിന് മൂവ്മെന്റ് ഇല്ല. പക്ഷെ അത് അപ്പോഴും മുമ്പോട്ടേക്ക് മൂവ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതായത് അപ്പോഴും അതിന് എക്സ് ഡിറക്ഷനിൽ മൂവ്മെന്റ് ഉണ്ട്. അതായത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ചെല്ലുമ്പോൾ വൈ ഡിറക്ഷനിലെ വെലോസിറ്റി മാത്രമാണ് 0 ആകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. നമ്മളൊരു ഒബ്ജക്റ്റിനെ ത്രോൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ചെല്ലുമ്പോൾ വൈ ഡിറക്ഷനിലെ വെലോസിറ്റി മാത്രമാണ് 0 ആകുന്നത്. എക്സ് ഡിറക്ഷനിലെ വെലോസിറ്റി 0 ആകത്തില്ല. അത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അത് V0 കോസ് θ0 ആയിരിക്കും. ഇനി ഇല്ലെങ്കിൽ നമ്മൾ എക്സ് ഡിറക്ഷനിൽ ഒരു സാധനം എറിയാതിരിക്കുവാണ്, അതായത് നേരെ വൈ ഡയറക്ഷനിൽ മാത്രം എറിയുവാണെങ്കിൽ, ഒരു കല്ലെടുത്ത് നേരെ മേളിലോട്ട് എറിയുന്നു, വൈ ഡയറക്ഷനിൽ മാത്രം എറിയുന്നു, മുമ്പോട്ടേക്ക് പോകുന്നില്ല, നേരെ മേളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ നേരെ മേളിലോട്ട് വിട്ട് നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ചു വരും. അങ്ങനെ മേളിലോട്ട് എറിയുന്ന അവസ്ഥയിൽ ആ കല്ലിന് നിങ്ങൾക്കറിയാം അത് മുമ്പോട്ടൊന്നും പോകുന്നില്ല. അതായത് എക്സ് ഡയറക്ഷന് അതിന് മൂവ്മെന്റ് ഇല്ല. എക്സ് ഡയറക്ഷന്റെ മൂവ്മെന്റേ ഇല്ലെങ്കിൽ എക്സ് ഡയറക്ഷന്റെ വെലോസിറ്റിയെ കുറിച്ച് നമുക്ക് പറയണ്ട. അങ്ങനെയാണ് ആ ഒരു കേസിൽ മാത്രം നേരെ മേളിൽ ചെല്ലുമ്പോൾ അതിന്റെ വെലോസിറ്റി 0 ആവും. കാരണം എന്താണ്? ഓൾറെഡി അതിന് എക്സ് ഡയറക്ഷന് കോമ്പോണന്റ് ഇല്ല. പിന്നെ എവിടെ മാത്രമേ കോമ്പോണന്റ് ഉള്ളൂ? വൈ ഡയറക്ഷന് മാത്രമേ കോമ്പോണന്റ് ഉള്ളൂ. അത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് ചെല്ലുമ്പോൾ വൈ ഡയറക്ഷനിലെ വെലോസിറ്റി 0 ആയിരിക്കും. ആ ഒരു കേസിൽ മാത്രം നമുക്ക് പറയാം ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് ചെല്ലുമ്പോൾ വൈ ഡയറക്ഷന് മാത്രമേ മൂവ്മെന്റ് ഉള്ളൂ, വൈ ഡയറക്ഷന്റെ വെലോസിറ്റി 0 ആവും. അപ്പൊ ടോട്ടൽ വെലോസിറ്റി 0 ആവും എന്ന് പറയാം. പക്ഷെ നമ്മൾ മുമ്പോട്ടേക്ക് എറിയുന്ന ഒരു സാധനം, മുമ്പോട്ടേക്ക് എറിയുമ്പോൾ അത് പൊങ്ങി ഇങ്ങനെ ഇത്തരത്തിലൊരു പ്രൊജക്റ്റീലായിട്ടാണ് പോകുന്നതെങ്കിൽ അത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ചെല്ലുമ്പോൾ അതിന്റെ എക്സ് ഡയറക്ഷനിൽ വെലോസിറ്റി അപ്പോഴും ഉണ്ടായിരിക്കും. അത് കോൺസ്റ്റന്റ് ആയിരിക്കും. V0 കോസ് θ0 ആയിരിക്കും. നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ മുതൽ കല്ല് താഴെ പോയി വീഴുമ്പം വരെ എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റിക്ക് മാറ്റമില്ല. അത് എപ്പോ ചോദിച്ചാലും V0 കോസ് θ0 ആയിരിക്കും. പക്ഷെ വെലോസിറ്റിക്ക് ചേഞ്ച് ഉള്ളത് ആർക്കാണ്? വൈ ഡയറക്ഷനിലെ വെലോസിറ്റിക്കാണ് ചേഞ്ച് ഉള്ളത്. അത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് ചെല്ലുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് ചെല്ലുമ്പോൾ വൈ ഡയറക്ഷനിലെ വെലോസിറ്റി 0 ആയിരിക്കും. സോ എനിക്ക് അറിയാവുന്ന ആ ഒരു കാര്യം ഞാൻ എടുക്കുവാണ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് ആണ്. മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ ഉള്ള സമയം കണ്ടുപിടിക്കണം. അപ്പൊ എനിക്ക് അറിയാവുന്ന ഒരു ഇൻഫർമേഷൻ ഞാൻ എടുക്കുവാണ്. അറ്റ് മാക്സിമം ഹൈറ്റ് എനിക്ക് അറിയാവുന്ന ഒരു കാര്യം Vy ഈസ് ഈക്വൽ ടു 0 എന്നറിയാം. വൈ ഡയറക്ഷനിലെ വെലോസിറ്റി 0 എന്ന് എനിക്കറിയാം. ടോട്ടൽ വെലോസിറ്റി അല്ല, വൈ ഡയറക്ഷനിലെ വെലോസിറ്റി 0 എന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ വൈ ഡയറക്ഷനിലെ വെലോസിറ്റി നമ്മൾ മുമ്പത്തെ സെഷനിൽ ചെയ്തത് ഞാൻ എടുത്ത് എഴുതുവാണ്. വൈ ഡയറക്ഷനിലെ വെലോസിറ്റി നമ്മൾ ചെയ്ത് ഇതാണ്
V0 sin θ0 മൈനസ് GT എന്നാണ് നമുക്ക് കിട്ടിയത്. ഞാൻ ഈ TM എന്ന് വിളിക്കുവാണ്, കാരണം മാക്സിമം ഹൈറ്റിൽ എത്തുന്ന സമയം ഞാൻ കൊടുക്കുകയാണ്. അപ്പൊ നമുക്കറിയാം അവിടുത്തെ വെലോസിറ്റി Vy എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്കറിയാം. ക്ലിയർ ആണല്ലോ? ഇതിൽ നിന്ന് നമുക്ക് ഈ GT ഇക്വേഷൻ റൈറ്റ് സൈഡിലോട്ട് എടുക്കാം. അപ്പൊ ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് അത് പോസിറ്റീവ് ആവും. സോ V0 sin θ0 is equal to GTM എന്ന് കിട്ടും. GT എന്ന് കിട്ടും. ഇവിടുന്ന് നമുക്ക് ടൈം ഓഫ് മാക്സിമം ഹൈറ്റ്, TM എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? TM is equal to V0, ഈ G ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ബൈ G sin θ0 എന്ന് നമുക്ക് കിട്ടും. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്ന ഒന്നാമത്തെ ഇക്വേഷൻ. ഏതാണ്? ടൈം ഓഫ് മാക്സിമം ഹൈറ്റിൽ എത്താൻ എടുക്കുന്ന സമയം. നമ്മളൊരു കല്ല് എറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എത്താൻ എടുക്കുന്ന സമയം V0 ബൈ G sin θ0. നമുക്ക് ഏതൊക്കെ പാരാമീറ്റർ മാത്രം മതി? നമ്മൾ എറിയുന്ന ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് അറിയാമെങ്കിൽ, ഒരു കല്ലെടുത്ത് എറിയുന്ന ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് അറിയാമെങ്കിൽ, നമ്മൾ ഏത് ആംഗിളിൽ എറിയുന്നതെന്നും അറിയാമെങ്കിൽ, നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നോക്കിയാൽ മതി. ഇത് 0 ഡിറക്ഷൻ ആണ്. നമ്മളൊരു കല്ലെടുത്ത് ഇങ്ങനെ ചെരിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ 0 ഡിറക്ഷൻ നമുക്ക് ഏകദേശം പറയാം. അപ്പം ഇതൊരു 0 ഡിറക്ഷൻ ആണ്. ഏറ്റവും മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി ആണ്. അപ്പൊ നമ്മുടെ കൈ ഏത് ആംഗിളിലാണ് നമ്മൾ എറിയുന്നത്? കൃത്യം നടുക്കൂടെ പോണ 45 ഡിഗ്രി ആണ്. അപ്പൊ ഏകദേശം നമുക്ക് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എറിയാൻ പറ്റും. സോ നമുക്ക് ആംഗിൾ അറിയാം, ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, ജിയുടെ വാല്യൂ ഓൾറെഡി നമുക്കറിയാം 9.8 ആണ്. ഇത്രയും അറിയാമെങ്കിൽ ടൈം ഓഫ് മാക്സിമം ഹൈറ്റ്, ഏറ്റവും മാക്സിമം ഹൈറ്റിൽ എത്താൻ എടുക്കുന്ന സമയം നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. V0 ബൈ G sin θ0. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ പാരാമീറ്റർ കണ്ടുപിടിക്കാം. രണ്ടാമത്തെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് അല്ല, ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അതായത് ഇപ്പൊ നമുക്ക് കിട്ടിയത് ഇവിടെ മുതൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് വരെ വരാനെടുക്കുന്ന സമയം കിട്ടി. ഇനി നമുക്ക് ഇതും കഴിഞ്ഞിട്ട് ഇത് താഴെ പോയി വീഴാൻ എടുക്കുന്ന സമയം കിട്ടണം. നിങ്ങൾക്ക് ആ പ്രൊജക്ടൈൽ നോക്കിയാൽ നമുക്കറിയാം, ഇവിടെ മുതൽ ടോപ്പ് മോസ്റ്റ് പോയിന്റ് വരെ പോകാൻ എടുക്കുന്ന അതേ സമയം തന്നെയായിരിക്കും ഇവിടുന്ന് താഴോട്ട് പോകാൻ എടുക്കുന്നത്. കാരണം ബാക്കി പകുതി ഡിസ്റ്റൻസും കൂടാണ് അതിന് ട്രാവൽ ചെയ്യാനുള്ളത്. ആക്സിലറേഷൻ ഒക്കെ സെയിം ആണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ കുറയുന്നു, ഇവിടുന്ന് അതുപോലെ കൂടി ഇവിടെ വരുന്നു. അപ്പൊ ഓൾമോസ്റ്റ് സെയിം ആണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഡിസ്കഷനിൽ മറ്റു പാരാമീറ്ററുകളൊന്നും ഇതിൽ അഫക്ട് ചെയ്യുന്നില്ല. ആകെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാത്രമേ അഫക്ട് ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എക്സാക്ട്ലി സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മുമ്പ് കിട്ടിയ ടൈം ഫോർ മാക്സിമം ഹൈറ്റിന്റെ ഡബിൾ ആയിരിക്കും. കാരണം അത്രയും ഡിസ്റ്റൻസും കൂടെ പിന്നീട് മുമ്പോട്ട് പോകാനുള്ളത്. അതുകൊണ്ട് ടൈം ഓഫ് ഫ്ലൈറ്റിനെ നമുക്ക് TF എന്ന് വിളിക്കാം, ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിന്റെ ഡബിൾ ആയിരിക്കും. സോ 2V0 ബൈ G sin θ0 ആയിരിക്കും നമുക്ക് കിട്ടാനുള്ള രണ്ടാമത്തെ കാര്യം, ടൈം ഓഫ് ഫ്ലൈറ്റ്. വളരെ സിമ്പിൾ ആണ്, ഇതിന്റെ ഡബിൾ ആണെന്ന് ഓർത്താൽ മാത്രം മതി. ഓക്കെ, ഇനി അതവിടെ നിൽക്കട്ടെ. ഇത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള മൂന്നാമത്തെ കാര്യം മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ. മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമ്മളൊരു കല്ല് എറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ നിൽക്കുമ്പോൾ അതിന്റെ ഹൈറ്റ് എത്രയാണ്? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ നിൽക്കുമ്പോൾ അതിന്റെ ഹൈറ്റ് എത്രയാണ്? ഇതാണ് അതിന്റെ ഹൈറ്റ് എത്രയാണ്. നമുക്ക് നോക്കുമ്പോൾ അറിയാതെ ഏത് ഡിറക്ഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? വൈ ഡിറക്ഷനിൽ അത് എന്തുമാത്രം പോകുന്നത്. ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ നിൽക്കുമ്പോൾ അത് വൈ ഡിറക്ഷനിൽ എത്ര മൂവ് ചെയ്തെന്നുള്ളതാണ് നമുക്ക് കിട്ടേണ്ടത്. ഏറ്റവും ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും താഴെ നിന്ന് എവിടുന്നാണ് ഏറ്റവും ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്ന എവിടുന്നാണ്? ഫ്ലോറിൽ നിന്ന് നേരെ മേളിലോട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നത്. അത് ഏത് ഡിറക്ഷനാണത്? വൈ ഡിറക്ഷനാണ്. അപ്പം എക്സാക്ട്ലി അതിന്റെ ഏറ്റവും ഹൈറ്റ് എത്രയാണെന്ന് ചോദിക്കുകയാണ്. അത് വൈ ഡിറക്ഷനിൽ മാക്സിമം എത്ര മൂവ് ചെയ്തെന്നുള്ളതാണ് ഈ ഏറ്റവും ഹൈറ്റ് എത്രയാണെന്നുള്ളത് ചോദിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വൈ എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. വൈ. ഓക്കെ, വൈയുടെ ഒരു എക്സ്പ്രഷൻ നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു. ആഫ്റ്റർ സം ടൈം ടി ഒരു പ്രൊജക്ട് നമ്മൾ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൽ അത് എത്ര മൂവ് ചെയ്യും, വൈയിൽ അത് എത്ര മൂവ് ചെയ്യുന്ന കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. അത് ഇതായിരുന്നു, y ഈസ് ഈക്വൽ ടു V0 sin θ0 ഇൻറ്റു T മൈനസ് ഹാഫ് GT സ്ക്വയർ എന്നായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പൊ നമ്മൾ ഇത്ര ചെയ്താൽ മതി. ഈ y ആണ് നമുക്ക് വേണ്ടത്. എപ്പോഴത്തെ വൈ വേണ്ടേ? ഏറ്റവും മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ അതിന്റെ വൈ എത്രയാണെന്നുള്ളത് വേണം. അപ്പൊ നമുക്കൊരു കാര്യം അറിയാം, ഏറ്റവും മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ അതിന്റെ സമയം എത്രയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്ത് ഏതാണ്? V0G ഇൻറ്റു sin θ0 എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും ചെയ്താൽ മതി. ഈ ടൈം എടുത്തിട്ട് ഇവിടുത്തെ ഈ രണ്ട് സമയത്തിനും കൊടുക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്തെന്ന് നോക്കിയേ,
മാക്സിമം ഹൈറ്റിൽ എത്താൻ എടുക്കുന്ന സമയം നമുക്കറിയാം. അപ്പൊ ആ സമയം നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഏത് ഇക്വേഷനകത്ത്? വൈയുടെ ഇക്വേഷനകത്ത്. നമുക്ക് വേണ്ടത് അതാണ്. നമുക്ക് വേണ്ടത് വൈ എത്ര പോയെന്നുള്ളതാണ്. ഇപ്പോഴത്തെ വൈയാ വേണ്ടേ? മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ നമ്മുടെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? അതിനാണ് നമ്മൾ മാക്സിമം ഹൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി വൈയുടെ ഇക്വേഷൻ ഉണ്ട്. ആ വൈയുടെ ഇക്വേഷനകത്ത് മാക്സിമം ഹൈറ്റിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണോ അതിൽ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു നോക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, y is equal to v0 sin theta 0 into ഇവിടെ ടൈമിന്റെ അവിടെ v0 by g sin theta 0 എന്ന് കൊടുത്തു. then minus half g t സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്ക്വയർ ആണ്. സ്ക്വയർ പറയുമ്പോൾ നമുക്കറിയാം v0 സ്ക്വയർ വരണം സൈൻ സ്ക്വയർ തീറ്റ 0 വരണം ഡിവൈഡഡ് ബൈ ജി സ്ക്വയർ വരണം. ഇതിന്റെ മൊത്തത്തിൽ നമ്മൾ സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്യുമ്പോൾ v0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ജി സ്ക്വയർ എന്ന് വരും. അവിടെ നമുക്കറിയാം ഇവിടുത്തെ ഒരു ജിയും ഈ ജിയും തമ്മിൽ ക്യാൻസൽ ആയി. ഇത് മൊത്തത്തിൽ നമുക്ക് പിന്നെ കിട്ടുന്നത് ഇവിടെ 2 v0 ഉണ്ട്. അതുകൊണ്ട് v0 സ്ക്വയർ. ഇവിടെ 2 സൈൻ തീറ്റ 0 ഉണ്ട്. സോ സൈൻ സ്ക്വയർ തീറ്റ 0. പിന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഇവിടെ ഒരു ജി ഉണ്ട്. സോ ഡിവൈഡഡ് ബൈ ജി മൈനസ് പിന്നെ ഇവിടെ ഉള്ളത് v0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ 0 ഡിവൈഡഡ് ബൈ 2g ആണുള്ളത്. ഓക്കെ ആണല്ലോ. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഇതിനകത്ത് 2 ടേമുകൾ. 2 ടേമിനകത്ത് പല ടേമുകളും കോമൺ ആണ്. അതുകൊണ്ട് ഞാൻ അതിനെ കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കോമൺ എടുക്കാൻ പറ്റുന്നത് v0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ 0 ഡിവൈഡഡ് ബൈ ജി കോമൺ ആണ്. ഫസ്റ്റ് ടേം കംപ്ലീറ്റ് കോമൺ ആണ്. അതിനെ ഞാൻ കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ടേമിലുള്ളത് 1 ആണ്. 1 മൈനസ് രണ്ടാമത്തെ ടേമില് v0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ 0 ഡിവൈഡ് ബൈ ജി അത് കോമൺ പോയി. പിന്നെ മിച്ചമുള്ളത് എത്രയാണ്? ഒരു 1/2 ആണ്. 1/2 ആണ്. സോ 1 മൈനസ് 1/2. ഒന്നിൽ നിന്ന് ഹാഫ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വീണ്ടും 1/2 തന്നെയാണ്. സോ ഇതിന്റെ ആൻസർ 1/2 ആണ്. സോ ഇതിന്റെ ടോട്ടൽ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പുറത്തെടുത്ത് എഴുതിയിരിക്കുന്നത് v0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ 0 ഡിവൈഡഡ് ബൈ ജി എന്നുള്ളതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. 1 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 1/2 ആണ്. ആ 1/2 ഞാൻ ഇവിടെ കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നതാണ് ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ. ഒരു പ്രൊജക്ടൈലിന്റെ മാക്സിമം ഹൈറ്റ് പോകുന്നത് v0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g എന്നുള്ളതാണ്. v0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g എന്നുള്ള എക്സ്പ്രഷൻ ആണ് നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ എന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ. സോ നമുക്ക് കണ്ടുപിടിക്കാനുള്ള നാലാമത്തെ കാര്യം ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കല്ല് എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എത്ര ഡിസ്റ്റൻസിൽ പോകാം. ഒരുപക്ഷെ നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി ഉള്ള ഈ നാലാമത്തെ പോയിന്റിലായിരിക്കും. നമ്മൾ പലപ്പോഴും കോമ്പറ്റീഷൻസിലൊക്കെ റിയൽ ആയിട്ട് പങ്കെടുക്കുന്ന ഇത്തരത്തിലുള്ളതാണ്. ഒരു ജാവലിംഗ് ത്രോയോ ഒരു ഷോർട്ട് പുട്ടിലോ ഒരു ഡിസ്കസ് ത്രോയിലോ ഒക്കെ നമുക്ക് മാക്സിമം അല്ലെങ്കിൽ സിംപ്ലി നമുക്കൊരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദൂരം ആർക്കറിയാം. അങ്ങനെ നമുക്ക് ഏറ്റവും നമ്മൾ എറിയുന്ന ഒരു കല്ല് എത്ര ദൂരത്തിൽ എക്സ് ഡയറക്ഷനിൽ പോകും അതാണ് ഈ ഹൊറിസോണ്ടൽ റേഞ്ച് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റേത് വെർട്ടിക്കൽ റേഞ്ച് ആണ്. ഇത് ഹൊറിസോണ്ടൽ റേഞ്ച് കൊണ്ട് അർത്ഥമാക്കുന്നത് ഏറ്റവും കൂടുതൽ ദൂരം എങ്ങനെ അറിയാം. അല്ലെങ്കിൽ നമ്മൾ ഒരു കല്ല് എറിഞ്ഞു കഴിഞ്ഞാൽ എത്ര ദൂരം പോകും അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം നമ്മൾ ഈ ഡിസ്റ്റൻസ് ആണ് കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് ഹൊറിസോണ്ടലിൽ പോകും എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അത് നമുക്കറിയാം ഏത് ഡിസ്റ്റൻസ് ആണ്? എക്സ് ഡിറക്ഷനിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്നലെ നമ്മൾ അല്ലെങ്കിൽ ലാസ്റ്റ് സെഷൻ നമ്മൾ ചെയ്ത എക്സിന്റെ ഇക്വേഷൻ നമ്മൾ എടുക്കുന്നു. എക്സ് ഈസ് ഈക്വൽ ടു v0 കോസ് തീറ്റ 0 ഇൻറ്റു ടി എന്നാണ് നമുക്ക് എക്സിന്റെ ഇക്വേഷൻ നമുക്ക് ലാസ്റ്റ് സെഷനിൽ കിട്ടിയത്. v0 കോസ് തീറ്റ 0 ഇൻറ്റു ടി. ഇനി നമുക്കറിയാം ഇവിടെ നിന്ന് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ത്രോൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും അവസാനം പോയി വീഴാൻ എടുക്കുന്ന ടൈം നമുക്കറിയാം. ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ പ്രൂവ് ചെയ്തായിരുന്നു. സോ ആ ടൈം ഓഫ് ഫ്ലൈറ്റ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അപ്പൊ നമുക്കറിയാം എക്സ് ഈസ് ഈക്വൽ ടു v0 കോസ് തീറ്റ 0 ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് കിട്ടിയത് 2v0 ബൈ ജി സൈൻ തീറ്റ 0 എന്നുള്ളതായിരുന്നു. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 2 v0 ഉണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു v0 സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി. പിന്നെ നമുക്ക് മിച്ചമുള്ളത് ഒരു 2 ഉണ്ട്, ഒരു സൈൻ തീറ്റ ഉണ്ട്, ഒരു കോസ് തീറ്റ ഉണ്ട്. അപ്പൊ നമുക്കിവിടെ ഉള്ളത്
2 sin θ cos θ എന്നുള്ളതാണ്. 2 sin θ cos θ എന്നുള്ളത് നമുക്കറിയാം അത് sin 2 θ ആണ്. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 2 sin θ cos θ എന്നുള്ളത് sin 2 θ ആണ്. ക്ലിയർ ആണല്ലോ? സോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ ആണ്. ഒരു ഹൊറിസോണ്ടലി എത്രമാത്രം ഡിസ്റ്റൻസ് ഒരു പ്രൊജക്ടൈൽ പോകും എന്ന് ചോദിച്ചാൽ അത് v02/g sin 2θ0 ആയിരിക്കും അത് മൂവ് ചെയ്യാൻ പറ്റുക. ഇനി നമുക്ക് ഒരു പ്രൊജക്ടൈൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ത്രോൺ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം എത്ര ഡിസ്റ്റൻസിൽ പോകും, അത് ഏത് ആംഗിളിൽ നമ്മൾ ത്രോൺ ചെയ്താലാണ്, ഏത് ആംഗിളിൽ നമ്മൾ പ്രൊജക്ട് ചെയ്താലാണ് അതിന് മാക്സിമം ഡിസ്റ്റൻസിൽ പോകാൻ പറ്റുന്നത്. മാക്സിമം ഹൊറിസോണ്ടൽ, ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ ആണ്. ഇനി മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അതായിരിക്കും. നമ്മൾ അടുത്ത കണ്ടുപിടിക്കാൻ പോകുന്നത് ഹൊറിസോണ്ടൽ റേഞ്ച് അല്ല, അതിന് പകരം മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ. ഞാനിപ്പോ ഇവിടെ ഹൊറിസോണ്ടൽ റേഞ്ച് എന്നുള്ളത് മാറ്റിയിട്ട് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച്. ഒരു കല്ലെടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഏറ്റവും കൂടുതൽ ദൂരം പോകാൻ പറ്റും? അപ്പൊ നമുക്ക് നോക്കാം. മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ ആണ്. നമുക്കിവിടെ അറിയാം ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് ഈക്വൽ ടു v02 ഡിവൈഡഡ് ബൈ g sin 2θ0 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാക്സിമം കിട്ടണം. ഹൊറിസോണ്ടൽ റേഞ്ച് നമുക്ക് കിട്ടാൻ പോകുന്ന മാക്സിമം ആയിരിക്കണം. അപ്പൊ നമുക്ക് ഈ പാരാമീറ്ററിൽ ഏതിനെയൊക്കെ മാക്സിമം ആക്കാൻ പറ്റും? ഒന്നാമത്തെ കാര്യം ജിയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് കോൺസ്റ്റന്റ് ആണ്, 9.8 m/s² ആണ്. അടുത്തത് v0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ഒബിയസ്ലി നമ്മൾ കൊടുക്കുന്ന ഇനീഷ്യൽ വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് ഹൊറിസോണ്ടൽ റേഞ്ച് കൂടിക്കൊണ്ടിരിക്കും. കാരണം ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റിയും ഇനീഷ്യൽ വെലോസിറ്റിയുടെ സ്ക്വയറും ഹൊറിസോണ്ടൽ റേഞ്ചും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഹൊറിസോണ്ടൽ റേഞ്ച് കൂടുന്നതിനനുസരിച്ച്, നമ്മൾ കൊടുക്കുന്ന ഇനീഷ്യൽ വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് അതിന് ഹൊറിസോണ്ടൽ റേഞ്ച് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് എത്രമാത്രം കപ്പാസിറ്റിയിൽ നമ്മൾ എറിയാൻ പറ്റും അത്രയും കപ്പാസിറ്റി നമ്മൾ എറിയുക. അപ്പൊ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ. ഇനി അല്ലാതെ മറ്റൊരു പാരാമീറ്റർ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് സൈന്റെ വാല്യൂ ആണ്. സൈന്റെ വാല്യൂ നമുക്കറിയാം. സൈൻ വാല്യൂ മാക്സിമം കിട്ടുന്നത് സൈന്റെ വാല്യൂ 1 ആണ്. അപ്പൊ നമുക്ക് ഈ ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം കിട്ടണമെങ്കിൽ ഇവിടെ sin 2θ0 എന്ന് പറഞ്ഞാൽ ഈ സൈൻ തീറ്റയുടെ വാല്യൂ നമുക്ക് മാക്സിമം കിട്ടണം. അത് മാക്സിമം കിട്ടുന്നത് 1 ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് മാക്സിമം നമുക്ക് ഇത് കിട്ടുന്നത് sin 2θ0 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമുക്ക് 1 കിട്ടണം. sin 2θ0 എന്ന് പറയുന്നത് 1 കിട്ടണമെങ്കിൽ ഇവിടെ ഈ തീറ്റയുടെ പൊസിഷനിൽ വന്നത് സൈന്റെ ഏത് വാല്യൂ ആണ് 1 വരുന്നത്? സൈന്റെ 90 ഡിഗ്രിയാണ് സൈന് 1 വരുന്നത്. ഇവിടെ തീറ്റയുടെ അവിടെ കിടക്കുന്ന ആരാണ്? 2θ0 ആണ് തീറ്റയുടെ പൊസിഷനിൽ കിടക്കുന്നത്. അത് എത്രയായിരിക്കണം? അപ്പം അത് 90 ഡിഗ്രി വന്നാലാണ് sin 90 = 1 എന്ന് നമുക്ക് എടുക്കത്തുള്ളൂ. സോ നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം 2θ0 എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കണം. അഥവാ θ0 എന്ന് പറയുന്നത് 90/2 45 ഡിഗ്രി ആയിരിക്കണം നമുക്ക് കിട്ടുന്നത്. θ0യുടെ വാല്യൂ 45 ഡിഗ്രി എന്ന് കിട്ടണം. അതായത് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ത്രോൺ ചെയ്യുമ്പോൾ അത് മാക്സിമം ഡിസ്റ്റൻസിൽ പോകണമെങ്കിൽ നമ്മൾ എറിയുന്ന ആംഗിൾ 45 ഡിഗ്രിയിലായിരിക്കണം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അറിയാം ഇത് 90 ഡിഗ്രിയാണ്. ഇത് നമ്മുടെ കൈയുടെ ലെവല് നമ്മൾ 0 ഡിഗ്രി എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് 90 ഡിഗ്രി വരും. അപ്പൊ കൃത്യം നടുക്കൂടെയാണ് നമ്മൾ ത്രോൺ ചെയ്യുന്നതെങ്കിൽ, നമ്മളൊരു ജാവലിംഗ് ത്രോ ഒക്കെ എറിയുമ്പോൾ കൃത്യം 45 ഡിഗ്രിയിലാണ് നമ്മൾ എറിയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കിട്ടാൻ പോകുന്നത് മാക്സിമം റേഞ്ച് ആയിരിക്കും. കാരണം ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ മസിൽ പവറിനൊക്കെ അനുസരിച്ച് ഒരു മാക്സിമം എക്സ്റ്റെൻഡ് ഉണ്ട് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. ആ മാക്സിമം എക്സ്റ്റെൻഡ് കൊടുക്കുക, എതിരെ കൊടുക്കുക, 45 ഡിഗ്രിയിലൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ടിൽ മാക്സിമം ആയിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് ആംഗിൾ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ജാവലിംഗ് ത്രോ, ഡിസ്കസ് ത്രോ, ഷോർട്ട് പുട്ട് പോലുള്ള കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നവര് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ പർട്ടിക്കുലർ ആംഗിൾ കീപ്പ് ചെയ്ത് എറിയാൻ ട്രൈ ചെയ്യുക, എറിയാൻ പരിശ്രമിക്കുകയാണ് എപ്പോഴും ചെയ്യുന്നത്. കാരണം ആ ആംഗിൾ എറിയുന്നതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. അതുകൊണ്ട് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന സാധനം, നമ്മൾ ത്രോൺ ചെയ്യുന്ന സാധനം 45 ഡിഗ്രിയിൽ വേണം ത്രോൺ ചെയ്യുന്നത്. അടുത്തതായി പ്രൊജക്ടൈൽ മോഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഈ സ്റ്റേറ്റ്മെന്റ് ടു ന്യൂ സയൻസസ് എന്ന് പറഞ്ഞ ഗലീലിയോയുടെ ഒരു ബുക്കിൽ നിന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. ഫോർ ഇലവേഷൻസ് വിച്ച് എക്സീഡ് ഓർ ഫോൾ ഷോർട്ട് ഓഫ് 45 ഡിഗ്രി ബൈ ഈക്വൽ എമൗണ്ട് ദ റേഞ്ചസ് ആർ ഈക്വൽ. മീനിങ് ഇതാണ്. നമ്മളിപ്പോ പറഞ്ഞു മാക്സിമം റേഞ്ച് നമുക്ക് കിട്ടണമെങ്കിൽ 45 റേഞ്ചിൽ വേണം നമ്മളൊരു പ്രൊജക്ടൈൽ ത്രോൺ ചെയ്യാനോ പ്രൊജക്ട് ചെയ്യാനോ. ഒരു പ്രൊജക്ടൈൽ നമ്മൾ എറിയുമെങ്കിൽ 45 ഡിഗ്രിയിൽ എറിയുന്നതായിരിക്കും ഏറ്റവും മാക്സിമം നമുക്ക് റേഞ്ച് കിട്ടുന്നത്, ഏറ്റവും ദൂരം നമുക്ക് എറിയാൻ പറ്റുന്നത്. ഇനി ആ 45 ഡിഗ്രിയിൽ നിന്നും 5 ഡിഗ്രി കൂട്ടി എറിഞ്ഞാൽ നമുക്കൊരു 50 ഡിഗ്രിയിലാണ് നമ്മൾ എറിയുന്നതെങ്കിൽ ഇത് പോയി വീഴുന്നത് 45 ഡിഗ്രിയിൽ നമ്മൾ എറിയുന്നതിനേക്കാളും ഷോർട്ട് ആയിരിക്കും, ഒരല്പം കുറവായിരിക്കും.
അതുപോലെ തന്നെ 45-ൽ നിന്ന് 5 കൂട്ടിയപ്പോൾ നമുക്ക് 50 കിട്ടി. അതേപോലെ 45-ൽ നിന്ന് 5 കുറച്ചാൽ നമുക്ക് 40 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ 40 ഡിഗ്രിയിൽ നമ്മൾ എറിഞ്ഞാലും ഈ 50 ഡിഗ്രിയിൽ എറിഞ്ഞാലും ഒരേ റേഞ്ച് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് 45 ഡിഗ്രിയാണ് മാക്സിമം കിട്ടുന്നത്. 45 ഡിഗ്രി മാക്സിമം കിട്ടുന്നതിൽ അതിൽ നിന്ന് ഈക്വൽ എമൗണ്ട് നമ്മൾ മുമ്പോട്ടേക്ക് മാറ്റും. അപ്പൊ 5 ഡിഗ്രി മുമ്പോട്ട് മാറ്റിയപ്പോൾ 50 ഡിഗ്രി കിട്ടി, 5 ഡിഗ്രി പുറകോട്ട് മാറ്റിയപ്പോൾ 40 ഡിഗ്രിയും കിട്ടി. അപ്പൊ ഈ 50 ഡിഗ്രിയിലും 40 ഡിഗ്രിയിലും എറിയുന്ന പ്രൊജക്ടൈൽ പോകുന്നത് ഒരേ റേഞ്ചിലായിരിക്കും. ഇതാണ് ഇത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ കൂടി നോക്കിയാൽ നമുക്കറിയാം മാക്സിമം കിട്ടുന്നത് 45-ലാണ്. ഞാൻ 45-ൽ നിന്ന് 15 ഡിഗ്രി കൂട്ടി, അതായത് 60 ഡിഗ്രിയിൽ ഞാൻ എറിയുന്നതും 45-ൽ നിന്ന് 15 ഡിഗ്രി കുറച്ച് 30 ഡിഗ്രിയിൽ എറിയുന്നതും 60 ഡിഗ്രിയിൽ എറിയുന്നതും 30 ഡിഗ്രിയിൽ എറിയുന്നതും ഒരേ റേഞ്ച് ആയിരിക്കും നമുക്ക് തരുന്നത്, ഒരേ ദൂരമായിരിക്കും ഇത് പോവുക. ഇനി ഒന്ന് വായിച്ചു നോക്കുക. ഫോർ എലവേഷൻസ് വിച്ച് എക്സീഡ് ഓർ ഫോൾ ഷോർട്ട് ഓഫ് 45 ഡിഗ്രി, 45 ഡിഗ്രിക്കാരും കൂടുതലോ കുറവോ, ബൈ ഈക്വൽ എമൗണ്ട് ഓഫ് ഡിഗ്രി, ഈക്വൽ എമൗണ്ട് ആണെങ്കിൽ ദ റേഞ്ചസ് ആർ ഈക്വൽ, അത് പോകുന്ന റേഞ്ച് ഹൊറിസോണ്ടൽ റേഞ്ച് അതിന്റെ ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് ഗലീലിയോ തന്റെ ന്യൂ സയൻസസ് എന്നുള്ള ഒരു ബുക്കിൽ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതൊന്ന് പ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ചതനുസരിച്ച് നമ്മുടെ ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്ടൈൽ, ഒരു പ്രൊജക്ടൈലിന്റെ ഹൊറിസോണ്ടൽ റേഞ്ച് നമ്മളിപ്പോ പഠിച്ചതനുസരിച്ച് എക്സ് മാക്സിമം ഈസ് ഈക്വൽ ടു എത്രയായിരുന്നു? V0² ബൈ G സൈൻ 2θ0 എന്നുള്ളതായിരുന്നു നമ്മൾ പഠിച്ചത്. ക്ലിയർ ആണല്ലോ? ഇതായിരുന്നു നമ്മൾ പഠിച്ച ഹൊറിസോണ്ടൽ റേഞ്ച്. ഇനി നമ്മളിവിടെ നോക്കുന്നത് ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് നമ്മളൊരു ഇപ്പം 45-നേക്കാളും കൂടുതൽ എടുക്കണം. അപ്പം θ0 എന്ന് പറയുന്നത് ഞാനൊരു 45 പ്ലസ് ഒരു ആൽഫ എടുക്കുന്നു. അതുപോലെ θ0 എന്ന് പറയുന്നത് രണ്ടാമത്തെ ടൈം ഞാനൊരു 45 മൈനസ് ഒരു ആൽഫ ഡിഗ്രി എടുക്കുന്നു. നമ്മൾ രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് കേസില് V0² ബൈ G സൈൻ 2 ഇൻറ്റു θ0യുടെ അവിടെ 45 പ്ലസ് ആൽഫ എന്നൊരു ഡിഗ്രി കൊടുക്കുന്നു. 45-നേക്കാളും എത്രയെങ്കിലും എമൗണ്ട് കൂടുതൽ, 2 ഡിഗ്രിയോ 5 ഡിഗ്രിയോ 10 ഡിഗ്രിയോ കൂടുതൽ എന്നൊരു കേസ് എടുക്കുന്നു. അതെനിക്ക് കിട്ടാൻ പോകുന്നത് V0² ബൈ G സൈൻ 2നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 90 പ്ലസ് 2 ആൽഫ എന്ന് എനിക്ക് കിട്ടും. സൈൻ 90 പ്ലസ് 2 ആൽഫ എന്ന് പറയുന്നത് സൈൻ 90 ഡിഗ്രി കൂടുതൽ എന്ന് പറയുമ്പോൾ അത് കോസ് ആയി പോകും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു V0² ബൈ G സൈൻ 90 പ്ലസ് 2 ആൽഫ എന്ന് പറയുന്നതിന് എനിക്ക് കോസ് 2 ആൽഫ എന്ന് എഴുതാം. സോ ഇതെനിക്ക് കിട്ടുന്നത് കോസ് 2 ആൽഫ എന്നായിരിക്കും. ഇനി അതിന്റെ ഒരു സെക്കൻഡ് പ്രൂഫിലേക്ക് കടക്കുമ്പോൾ വീണ്ടും നമ്മൾ ഇതേ ഇക്വേഷനകത്ത് V0² ബൈ G സൈൻ 2θ0 ഞാൻ രണ്ടാമത് 45 മൈനസ് ആൽഫ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അതെനിക്ക് കിട്ടുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു V0² ബൈ G സൈൻ 2നെ അകത്തേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 90 മൈനസ് 2 ആൽഫ എന്ന് കിട്ടുന്നു. സൈൻ 90 മൈനസ് 2 ആൽഫ എന്ന് പറഞ്ഞാൽ അത് കോസ് മൈനസ് 2 ആൽഫ ആണ്. V0² ബൈ G കോസ് മൈനസ് 2 ആൽഫ എന്ന് കിട്ടുന്നു. ഈ കോസ് മൈനസ് 2 ആൽഫയും കോസ് മൈനസ് തീറ്റയും കോസ് തീറ്റയും സെയിം ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു V0² ബൈ G കോസ് 2 ആൽഫ എന്ന് എനിക്ക് എഴുതാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഈ രണ്ട് ഇക്വേഷൻ സെയിം ആണ്. V0² ബൈ G കോസ് 2 ആൽഫ, V0² ബൈ G കോസ് 2 ആൽഫ. അതായത് നമ്മളിവിടെ ആംഗിളിന്റെ അവിടെ 45 പ്ലസ് ആൽഫ കൊടുത്താലും 45 മൈനസ് ആൽഫ കൊടുത്താലും നമുക്ക് കിട്ടാൻ പോകുന്ന ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും മാത്തമാറ്റിക്കലി. അപ്പൊ നിങ്ങൾ ഇനി മുതൽ നമ്മളൊരു എക്സ്പെരിമെന്റൽ ആയിട്ട് ഒന്ന് ചെയ്തു നോക്കിയാൽ പോലും നമ്മൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഞാൻ നടത്തിയാൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഒരു പ്ലെയിൻ വരച്ചു. XY ഉള്ള ഒരു പ്ലെയിനിലാണ്. ഇതില് 45 ഡിഗ്രിയിൽ നമ്മൾ എറിയുവാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രൊജക്ടൈൽ എന്ന് പറയുന്നത് ഏറ്റവും മാക്സിമം ആയിരിക്കും, ഏറ്റവും മാക്സിമം റേഞ്ച് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് ഞാൻ എറിഞ്ഞത് 45 ഡിഗ്രിയിലാണ്. ഇനി ഒരു 50 ഡിഗ്രിയിൽ ഞാൻ മുകളിലേക്ക് എറിയുവാണെങ്കിലും 50 ഡിഗ്രിയിൽ എറിയുന്നത് ഇങ്ങനെയായിരിക്കും വരിക. 45-നേക്കാൾ ഒരു അല്പം താഴെ വന്ന് വീഴും. അത് ഞാൻ എറിഞ്ഞിരിക്കുന്നത് 50 ഡിഗ്രിയിലാണ്. ഇനി അത് 45-നേക്കാൾ 5 ഡിഗ്രി കൂട്ടിയാണ് എറിഞ്ഞത്. 45-നേക്കാൾ 5 ഡിഗ്രി കുറച്ച് ഒരു 40 ഡിഗ്രിയിൽ എറിഞ്ഞാല് ഇങ്ങനെയായിരിക്കും സംഭവിക്കുക. 40 ഡിഗ്രി എറിയുമ്പോൾ ഇത് രണ്ടും പോകുന്ന ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇതാണ് ഗലീലിയോ തന്റെ ബുക്കിൽ പറഞ്ഞത്. അപ്പൊ നമ്മൾ മൊത്തത്തിൽ പ്രൊജക്ടൈൽ മോഷൻ എന്നുള്ള ഒരു ടോപ്പിക് നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ,
ഒന്നാമതായിട്ടുള്ള കാര്യം എന്താണ് പ്രൊജക്ടൈൽ മോഷൻ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിനെ എറിയുകയോ പ്രൊജക്ട് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അത് പോകുന്ന മോഷനെയാണ് നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ എന്ന് വിളിക്കുക. ഇതിനെ നമുക്ക് ഒരു പ്ലെയിനിലുള്ള ഒരു പ്രൊജക്ടൈൽ മോഷൻ ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. ഇത് റിയാലിറ്റിയിൽ ഒരു സ്പേസിലൂടെ 3 ഡയമെൻഷണൽ സ്പേസിലൂടെയാണ് പോകുന്നതെങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ പഠിച്ച ഒരു 2 ഡയമെൻഷണൽ സ്പേസിലാണ്. സോ അതിനൊരു എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. അതുകൊണ്ട് അത് എക്സ് ആക്സിൽ മൂവ് ചെയ്യുന്ന ഒരു മോഷനും വൈ ആക്സിൽ മൂവ് ചെയ്യുന്ന ഒരു മോഷനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഉള്ള ഒരു മോഷൻ ആണെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. എക്സ് ഡിറക്ഷനിൽ ഇതിന് ഒരു ടേംസും അഫക്ട് ചെയ്യുന്നില്ല, ഒരു പാരാമീറ്റേഴ്സും അഫക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് എക്സിലെ വെലോസിറ്റിക്ക് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടായിരിക്കത്തില്ല. എക്സിലെ ആക്സലറേഷൻ എപ്പോഴും 0 ആയിരിക്കും. അതായത് എക്സിലെ വെലോസിറ്റി മാറത്തില്ല. നമ്മൾ പറഞ്ഞിരുന്നു ഇനീഷ്യൽ വെലോസിറ്റി അലോങ് എക്സ് ഡിറക്ഷൻ v0 cos θ 0 ആണ്. അത് നമ്മൾ എറിയുമ്പോൾ മുതൽ പോയി വീഴുമ്പം വരെ അതിന്റെ എക്സിലെ വെലോസിറ്റിക്ക് മാറ്റമില്ല. അത് നിങ്ങളുടെ കൃത്യമായിട്ട് മനസ്സിലോട്ട് ഓർത്തിരിക്കണം. എപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണിത്. ട്രിക്കി ആയിട്ട് ഇതിന്റെ എന്തെങ്കിലും കോംപ്ലിസിറ്റി നിങ്ങൾക്ക് ചോദിക്കും. എപ്പോഴും ഓർക്കുക എക്സ് ഡയറക്ഷനിൽ അതിന്റെ വെലോസിറ്റിക്ക് ചേഞ്ച് വരത്തില്ല. അത് v0 cos θ 0 ആയിരിക്കും. ഇനി വൈയിലാണ് വെലോസിറ്റിക്ക് ചേഞ്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ വൈയിൽ ആക്സിലറേഷൻ ഉണ്ട്. അത് -g ആയിരിക്കും എന്നുള്ള കാര്യവും ഓർക്കുക. നിങ്ങളോട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട്. ഒരു പ്രൊജക്റ്റിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് ചെല്ലുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി എത്രയാണെന്ന് വേണം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു പ്രൊജക്റ്റിൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ചെല്ലുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി എത്രയാണ്? നമ്മൾ വീണ്ടും ഓട്ടോമാറ്റിക്കലി എത്ര ഞാൻ പറഞ്ഞാലും നിങ്ങൾ പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലി ഓർക്കും. ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് ചെല്ലുമ്പോൾ വെലോസിറ്റി 0 ആണല്ലോ, അതുകൊണ്ട് കൈനറ്റിക് എനർജി 0 അല്ലേ നമ്മൾ ഓർക്കും. ഒരിക്കലും ഓർക്കരുത്. ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് ചെല്ലുമ്പോൾ ഒരിക്കൽ കൂടി ഓർക്കുക, വെലോസിറ്റി അലോങ് വൈ ഡയറക്ഷൻ ആണ് 0, എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി അവിടെ ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ആര് മാത്രമേ ഉള്ളൂ? എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി ഉള്ളൂ. അത് എത്രയാണ്? v0 cos θ 0 ആണ്. അപ്പൊ അവിടെ വെലോസിറ്റി ഉണ്ട്. അപ്പൊ ആ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ½ mv² ചെയ്താൽ നമുക്ക് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിലെ കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നിങ്ങളുടെ കൃത്യമായിട്ട് മനസ്സിലോട്ട് ഓർക്കുക. അതിനുശേഷം നമ്മൾ 4 പാരാമീറ്ററുകൾ ഇതിന്റെ പ്രൂവ് ചെയ്തായിരുന്നു. ഒന്നാമത് ഏറ്റവും ഹൈറ്റിലെത്താൻ എടുക്കുന്ന സമയം, രണ്ടാമത് ടൈം ഓഫ് ഫ്ലൈറ്റ്, മൂന്നാമത് ഏറ്റവും ഹൈറ്റിലെത്തുമ്പോൾ അതിന്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, നാലാമത് അതിന്റെ ഹൊറിസോണ്ടൽ റേഞ്ച്, ഏറ്റവും കൂടുതൽ ദൂരം നമുക്ക് എങ്ങനെ എറിയാൻ പറ്റും. അവിടെ ഒക്കെ നമുക്ക് മനസ്സിലായി 45 ഡിഗ്രിയിൽ എറിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മാക്സിമം റേഞ്ച് നമുക്ക് കിട്ടുന്നത്. അത് നിങ്ങളുടെ മനസ്സിലോട്ട് കുറിച്ച് വെച്ചോണം. അതുപോലെ തന്നെ 45 ഡിഗ്രിയെക്കാളും നിങ്ങൾ എത്ര ഡിഗ്രി കൂട്ടി എറിയുന്നോ അത്രയും ഡിഗ്രി തന്നെ കുറച്ചെറിയുവാണെങ്കിൽ നിങ്ങൾക്ക് അത് രണ്ടും കിട്ടുന്നത് സെയിം റേഞ്ച് ആയിരിക്കും. തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രൊജക്ടൈൽ മോഷന്റെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് വെക്കുക. അപ്പൊ നമ്മളിത് പ്രൂവ് ചെയ്യുമ്പോഴും ആ ഒരു വെക്ടർ റെസൊല്യൂഷൻ എന്നുള്ള ഒരു ടോപ്പിക്കും പ്രൊജക്ടൈൽ മോഷൻ, ഐ മീൻ ഒരു ഒബ്ജക്ട് ഒരു പ്ലെയിനിലൂടെ മൂവ് ചെയ്യുന്ന ആ ഒരു വെക്ടർ നൊട്ടേഷൻസും ഒക്കെ എടുത്തായിരുന്നു നമ്മൾ ഇത് പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ വെക്ടറിന്റെ ഒരു ഐഡിയ ഒക്കെ എടുത്തായിരുന്നു നമ്മൾ പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് വെക്ടർ എന്ന് പറയുന്ന ആദ്യത്തെ ടോപ്പിക്കും പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ ടോപ്പിക്കും കൂടെ കൂടുന്ന ഒരു എൻറിച്ച് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണിത്. ഒരു ടോപ്പിക്ക് കൂടി നമുക്ക് ഏറ്റവും അവസാനമുണ്ട്, ഒരു യൂണിഫോം സർക്കുലർ മോഷൻ എന്നൊരു കൂടി ടോപ്പിക്ക് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ടോപ്പിക്ക് അവിടെ വൈൻഡപ്പ് ചെയ്യാം. കേട്ടിരുന്നതിന് നന്ദി.